പഠിക്കാൻ. നിങ്ങൾക്ക് ടൂർ അടിക്കാൻ പണമുണ്ടെങ്കിൽ നിങ്ങളെ കുന്നിക്ക് പിടിച്ച് ഈ കുട്ടികൾക്ക് ബാച്ച് വാങ്ങിച്ചു കൊടുക്കാൻ യൂത്ത് ലീഗിന് അറിയാം. ഗവൺമെന്റിന്റെ ഇരകളായ 10,000-കണക്കിന് വരുന്ന കുട്ടികളെ ഈ നിയമസഭയുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടായിരിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ രണ്ടാം വരവ്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ നമ്മളൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തീരുമാനം പിന്നോക്ക ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എങ്കിൽ അത് വളരെ വളരെ ഗൌരവമുള്ള ഒരു പ്രശ്നമായി ഈ സംസ്ഥാനത്ത് മാറും.